ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായം, 87-തമോധ്യായം. അത് വേദഗീത അല്ലെങ്കിൽ ശ്രീഗീത എന്ന് പറയുന്ന ഗീതയാണ്. സർവ വേദത്തിൻ്റെയും താല്പര്യം ശ്രീമദ് ഭാഗവതത്തിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ഞാൻ എൻ്റെ ശ്രീ ഗുരുവിനോടൊപ്പം സപ്താഹവേദികളിൽ പൗരാണികാചാര്യനായിട്ട് ഒരുപാട് കാലം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നീട് പ്രധാന ആചാര്യനായിട്ട് അതിൻ്റെ പ്രഭാഷണങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളതുമാണ്. എന്തു തന്നെയായാലും ഇവിടെ ഞാനിപ്പോ ആ 87-ാമത്തെ അധ്യായമായ വേദഗീത എന്ന് പറയുന്ന ശ്രുതിഗീതയെ പാരായണം മാത്രം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പാരായണം ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലെ സാരവും പറയാം. കാരണം ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ, ഈശ്വരന്റെ അറിവിന്റെ പ്രത്യക്ഷ വാങ്മയ സ്വരൂപമാണെന്ന് ഗ്രന്ഥങ്ങളും ഗുരുജനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമുക്കും പ്രമാണമാക്കി സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഇതിലെ അക്ഷരത്തെറ്റുകളും അതുപോലെയുള്ള ആ ആശയക്കുഴപ്പങ്ങളെ എങ്ങനെയാണ് നേരിടുക എന്ന് വെച്ചാൽ, ഇതിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് നമുക്ക് അവബോധം ആകുവാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിൽ മറ്റ് വ്യാകരണങ്ങളും മറ്റ് ശാസ്ത്രങ്ങളൊന്നും പ്രസക്തമല്ല. കാരണം ഭക്തി ഉണ്ടാകുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളിൽ പ്രകടമായിട്ട് അത് ശരിയാക്കിക്കൊള്ളും. എന്തായാലും കൂടുതൽ വിശകലനങ്ങളിലേക്ക് പ്രവേശിക്കാതെ ഞാനിതിൽ ആ വേദഗീത അല്ലെങ്കിൽ ശ്രുതിഗീത എന്ന് പറയുന്ന 87-ാമത്തെ അധ്യായത്തെ പാരായണം ചെയ്യുവാനായിട്ട് പോവുകയാണ്. നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരീക്ഷിതുവാച ബ്രഹ്മണ്യനിർദ്ദേശേന ഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയാ സാക്ഷാൻ സദസദപരേ. ശ്രീശുകോവാച ബുദ്ധീന്ദ്രിയമന പ്രാണാൻ ജനാനാമസൃജത് പ്രഭോ മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ കൽപ്പനായ ച. തൈഷാ ഹ്യുപനിഷദ്ഭ്രാമി പൂർവേഷാം പൂർവഗൈദ്രിതാം ശ്രദ്ധയാ ധാരയേജസ്താം ക്ഷേമം ഗച്ഛേദകിഞ്ചനഃ. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത്പ്രിയാം സനാതനം ഋഷിം ദ്രഷ്ടും യയോ നാരായണാശ്രമം. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥയേ നൃണാം ധർമ്മജ്ഞാനശമോ വേദാമാകൽപദാതിതപസ്തപാം തത്രോപവിഷ്ടം ഋഷിഭിः കലാപഗ്രാമവാസിഭിः പരീദം പ്രണതോ പൃച്ഛാദിതമേവ കുരുദ്വാം. തസ്മൈ പ്രവചേത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിദം യോ ബ്രഹ്മപാദപൂർവേഷാം ജനലോകനിവാസിനാം. ശ്രീഭഗവാനുവാച സ്വയംഭുവ ബ്രഹ്മസത്ഥം ജനലോകേ ഭവത്പുരാം തത്ര താനാം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. ശ്വേതദീപം ഗതവതി ത്വയി ദൃഷ്ടം തദീശ്വരം ബ്രഹ്മപാദസു സംവൃത്ത ശ്രുതയോ യത്ര ശേരതേ തത്ര ഹായമഭൂത്പ്രശ്നസ്ത്വം മാം യമനുപൃച്ഛസി. തുല്യശ്രുതത്തവശീല തുല്യസീയാരി മധ്യമാഃ അപി ചക്രു പ്രവചനമേകം ശുശ്രൂഷവോപരി. സനന്ദനോവാച സുസൃഷ്ടമിതമാതീയ ശയാനം സഹശക്തിഭിः തദന്തേ
ബോധയാ ചക്രോ തല്ലിംഗൈ ശ്രുതയ പരം യഥാശയാനം സംരാജം വന്ദേന തത്പരാക്രമൈഃ പ്രത്യുഷേഭ്യേത്യസു ശ്ലോകൈർ ബോധയന്ത്യനുജീവിനഃ ശ്രുതയഃ ഭൂജുഃ ജയ ജയ ജയജാമജിതദോഷകൃപീതഗുണാ ത്വമസി യദാത്മനാ സമവരുധസ്തമസ്തഭഗ അഗജഗദോഗസാമജിതശക്ത്യവബോധഗതേ ഉദിതജയാത്മനാ ചരതോനുചരേ നിഗമഃ ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യദ ഉദയാസ്തമയോ വിഹൃതേർമൃതിഭാതികൃതാദ് അദർശയോ ദധുസ്ത്വയി മനോവദനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ഇതി തവ സൂരയസ്രധിപതേ ജിലലോകമലക്ഷപണകഥാമൃതാബ്ദിമവഗാഹ്യ തവാംസി ജഹോ കിമുദ പുനഃസുധാമ വിദുധാശയ കാലഗുണ പരമഭജന്തി യേ പദമജശ്രസുഖാനുഭവം ധൃതയൈവ ശശന്ത്യ സുഭൃതോ യദി തേനു വിധാ മകരകമാദയോണ്ടമസൃജന്യദനുഗ്രഹതാം പുരുഷവിധോന്യയോത്ര ചരമോന്യമയാദിഷു സദസദഃ പരം ത്വമദയദേശവശേഷമൃതം ഉദരമുപാസതേ യൈർഷിവർമ്മസു കോർപ്പദൃശ പരിസരബദ്ധതിം ഹൃദയമാരുണയോദഹരം തദ ഉദഗാദനന്ദതവധാമ ശിരപരമം പുനരിഹ യത്സമേത്യന്ന വദന്തി കൃതാന്തമുഖേ സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുദയാം തരതമതശ്ച കാസ്യനവത്സു കൃതാനുകൃതി അരവിദദാസുമൂഷവിദധം തവധാമസമം വിരഗതിയോന്യയന്ത്യഭിവപണ്യവയേകരസം സ്വകൃതപുരേഷ്വമീശ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ ഗതയോ നിഗമാവനം ഭവദൗപാസതേ തംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോ ചരിതമഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണാ നവരിലശന്തി കേജിതപവർഗമവീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിശിഷ്ടഗൃഹ ത്വദനുപഥം കുലായമിതമാത്മസുഖം പ്രിയവച്ചരതി തതോന്മുഖേ ത്വയി ദേ പ്രിയ ആത്മനി ച നവതരമന്ധ്യഹോ അസതുപാസനയാത്മഹനോ യദനുശയാഭ്രമന്ത്യുരുഭയേ കുശരീരഭൃഗ നിഭൃതമരുന്മനോക്ഷധൃതയോഗയുജോ കൃതിയന്മുനയ ഉപാസതേ തദരയോ വിയയോ സ്മരണാത് ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷത്തദിയോ വയമപി തേ സമാസമദൃശോംഘ്രിസരോജസുതാ കൈഹുനദേദാവരജന്മലയോഗ്രധരം യദ ഉദഗാദൃശി ജന്മനുദേവഗണാഭയേ തർഹി ന സന്നചാസതുഭയം ന ജകാലജവാം കിമപി ന തത്ര ശാസ്ത്രമവവിശ്യശരീരയതാം ജനിമസദസദോ മൃതിമുദാത്മനിയേത്യധിതാം വിപണമൃതം സ്മരന്യുപദിശന്തിത ആരുപിതൈഃ ത്രിഗുണമയപുമാനിധിതായതബോധകൃതം ത്വയി ന തദവരത്ര സഭവേദവബോധരസേ തരിവ മനുസ്ത്രിവൃത്ത്വയി വിഭാത്യ സദാ മനുജാൻ തദഭിമൃശന്ത്യശേഷമിതമാത്മദയാത്മവിദം ന ഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മദയാ സുകൃതമനോ പ്രവിഷ്ടമിതമാത്മദയാ വസിതം തവ പരീജരന്യഖിലതത്ത്വനികേതദയാ തബുധവധാക്രമന്ത്യഗണയ്യ ശിരോ നിരുദേ പരിവയസേ പശുവിനിവ ഗിരാ വിദുധാനവിതാം ത്വയി ഹൃദസൗഹൃദാം ഖലു പുനന്ദൻ നയേതി മുഖാഃ ദ്വമകരണസ്വരാധകിലകാരകശക്തിധരസ്തവ ബലിമുദ്വഹന്തി സമന്യജയാ നിവിശ
വർഷഭുജോഗിലച്ചിരിപദേരിപരീശ്വദ്വിജോ വിദധരിയത്രയേ त्वधिकृता भवदच्चकिताः तिरगरजादयसुरजयोतनिमित्तयुजो विहर उदीक्षया यदि परस्य विमुक्तदम् न हि परमस्य कच्चिदवरो न परच्च भवेत् प्रियदैवापदस्य तव शून्यतुलां ददथाम् अपरिमिता ध्रुवा तनुभृतो यदि सर्वगता तर्हि न शास्यतेति नियमो ध्रुवमेतरथम् अजनिजयन्मयं तदविमुच्यनयन्द्र भवेत् सममनुजानतां यदमधं मददुत्तरयाम् न घटरवोद्भव प्रकृतिपूर्वयोरजयोरुभयुजाम् भवन्त्य सुहृदो जलबुद्बुधवदे त्वयि तयिमेतदो विविधनाम गुणै परमे सरिदैवानरे मधुनिलीलशरताः नृषुदवमायया भ्रममीष्ववगत्य भृशम् त्वयि सुधियो भवेदधति भावमनुप्रभवम् कथमनुवर्ततां भवभयम् तव यद्भृगुडि त्रिजति मुखतृणेमिरभवश्चरणेषु भयम् विजितऋषिकवायुविरदान्तमनस्तुरगम् ययुग यदन्दियन्तुमरिलोलमुपायघिता दशनशदान्यदा समवभाय गुरोचरणम् वाणिजैवाजसन्यकर्णधराजलधो स्वजनसुदात्मदारधनधामधरासुरधे त्वयि सदितीन्द्रिणां श्रयद आत्मनि सर्वरधे इति सरजानदां मिथुनदोरदे जरदां सुगयति कोऽन्यः सुलिहदे सुनिरस्तभगे भुवि पुरपुण्यतीर्थसदनानिर्षयो विमदा त उदभवत्पदाम्बुजहृदो घविधिङ्घ्रिजलाः दरदि सकृन्मनस्त्वयि आत्मनि नित्यसुखे न पुनरुपादरे पुरुषसारहरावसधान् तरयिदमुत्थितं सदितिजेन नु तर्कहदम् व्यभिचरति क्वच क्वच मृषा न तथोभययुः रमहृदये विकल्पयुषिरोन्नपरम्बरयाम् भ्रमयति भारतीत पुरवृत्तिविलुप्तजडान् नयदिदमग्र आसन भविष्यतो निधनादनुमिदमन्दरा त्वयि विभाति मृषैकरसे अद उपमीयते त्रिविणजादिविकल्पपदेर्विदधमनो विलासमृतमित्यवयञ्जबुधा स यदजयादुजा मनुषैरगुणां चतुषन् भजति सरोपतां तदनुमृत्युमवेदभग त्वमुदजगादितामहिरिव भजमात भगो महसि महीयसेष्टगुणितो परिमेय भग यदि न समुद्धरन्ति यदयो हृदि कामजडा दुरधिगमो सदां हृदिगतो स्मृतकण्डमणि अधुकृपयोगिनामुपयोदोऽप्यसुखं भगवन्ननभगतान्तकादनदिलोटपदाद्भवद त्वदवगमी न वेति भवदुत्तशुभाशुभयोर्गुण विगुणान्ययां तर्हि देहभृतां च गिरा अनुयुगमन्यगं सगुणगीतपरम्परया श्रवणभृदो यदस्त्वमवार्गदिति मनुभिः द्युपदय एव तेन ययुरन्दमनन्ददया त्वमपि यदन्तराण्डनिजयाननुसावरणां गैवरजां दिवान्ति वयसा सह यश्रुदया त्वयि विभरन्त्यतन्यरसनेन भवन्निधनाः श्रीभगवानुवाच इत्येतद्ब्रह्मणपुत्रा आश्रित्यात्मानुशासनम् तनन्दनमधानर्चो सिद्धाज्ञात्वात्मनो गतिम् इत्यशेषसमां न्याया पुराणोपनिषज्जुसाम् समुद्रतपूर्वजादेर्व्योमयानेर्महात्मभिः त्वं जैरद्ब्रह्मदायाद श्रद्धेयात्मानुशासनम् धारयं चरगां कामम् कामानां भर्जनं नृणाम् श्रीशुक उवाच एवं सर्षिणादिष्टम् विहित्वा श्रद्धयात्मवान् पूर्णश्रुतधरो राजन् नाहावीरव्रतो मुनि नारदो उवाच नमस्तस्मै भगवते कृष्णायामलकीर्तये
യോധത്തെ സർവഭൂതാനാമഭവയോ ശരീകലാഃ ഇത്യാദി ഋഷ്യമാനമ്യ തശിഷ്യാം ച മഹാത്മനഃ തദോഗാദാശ്രമം സാക്ഷാത് ഇതോർദൈവായനസ്യ മേ സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹം തസ്മൈ തദ്വർണ്ണയാമാസ നാരായണമുഖാശ്രുതം ഇത്യേതദ്വർണ്ണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശേ നിർഗുണേപി മനശ്ചരേൻ യോസ്യോത്പ്രേക്ഷക ആദ്യമധ്യനിധനീയോ വ്യക്തജീവേശ്വരോ യസൃഗ്വേദമനുപ്രവിശ്യ വിഷ്ണാചക്രേ പുരശ്ചാത്തിതാഃ യം സംഭജ്യ ജഹാത്യജുമാനുഷൈ സുപ്തകുലായം യഥാ തം കൈവല്യനിരതയോനിമഭയം ധ്യായേതജശ്രം ഹരിം. ഓം തത്സൻ ഋഷിം പാരമഹംസസംഹിതായാം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസസംഹിതായാം ദശമസ്കന്ധേ ഉത്തരാധേ ശ്രീനാരദ നാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീലിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നാരായണീ നമഃ. സപ്താഹവേദിയിലെ ഇത്തരസാവകാശത്തിൽ ഈ അധ്യായം ഇതുവരെയും പാരായണം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയത് 5 മിനിറ്റിൽ 50 ശ്ലോകമെങ്കിലും പാരായണം ചെയ്തിരിക്കണം. പക്ഷെ ഞാനൊക്കെ ഗുരുവിന് കൂടുതൽ സമയം പറയുവാൻ അവസരം കിട്ടുവാൻ വേണ്ടി 5 മിനിറ്റിൽ 100 ശ്ലോകമൊക്കെ വെച്ച് വേദിയിൽ വായിക്കുമായിരുന്നു. ശ്വാസം കൂടി എടുക്കാതെ നിർത്താതെയുള്ള പാരായണമായിരുന്നു. അതേ എന്റെ മിടുക്കാണ് എന്ന് പറയുന്നില്ല. കാരണം ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥം ഗുരു കയ്യിൽ വെച്ച് തന്ന് അനുഗ്രഹിച്ച് ധ്യാനസ്വാമി ഇത് ഒരു 50 പ്രാവശ്യമെങ്കിലും വായിക്കൂ, അപ്പോൾ നമുക്ക് വേദിയിൽ വായിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ ശിവാനന്ദാശ്രമത്തിൽ നിന്നും അവിടുത്തെ ഗണപതി ഭഗവാന്റെ മുമ്പിലിരുന്ന് ഞാൻ ആ മഹത് ഗ്രന്ഥം ആദ്യമായിട്ട് മറച്ചു നോക്കിയപ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ആ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന ഒരനുഭൂതിയായിരുന്നു എനിക്കുണ്ടായത്. ഇതിനേറെ പറയുന്നു ശ്രീമദ് ഭാഗവതം മൂലം ഗ്രന്ഥത്തിന്റെ 2ാമത്തെ പാരായണം ഞാൻ ഗുരുവിനോടൊപ്പം അയിരൂരി ജ്ഞാനാനന്ദാശ്രമത്തിലെ ഭാഗവത സപ്താഹ വേദിയിൽ വെച്ചിട്ടാണ് നിർവഹിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഗുരു പറയുകയുണ്ടായി, ധ്യാനസ്വാമി എക്സെപ്ഷനാണ്, അപവാദം എന്ന് പറഞ്ഞാൽ അതീതനാണ്. എന്തായാലും ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ ഈശ്വരന്മാരുടെയുമെല്ലാം കൃപയോടുകൂടി ആ ആത്മീയമായിരിക്കുന്ന അനുഭൂതിയുടെ അവാച്യമായ അറിവുകളെ പകർന്നുകൊണ്ട് ഇന്നും ത്രിപുരാശ്രമത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ത്രിപുരാശ്രമത്തിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനിയും ഈ വേദസ്തുതിയുടെ, അതായത് ശ്രുതി ഗീതയുടെ താത്പര്യം എന്താണെന്ന് അറിയുവാനായിട്ട് ആരംഭിക്കാം.